കണ്ടോ, ഇത് ഒരു മൊബൈൽ ഫോൺ ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടിയാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്, പെട്ടി കണ്ടല്ലോ അല്ലെ, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു പേപ്പർ കൊണ്ടുള്ള ഒരു മൊബൈൽ ഫോണാണ്. എന്നിട്ട് കണ്ടോ, മാജിക് എന്ന് എഴുതിയ ഒരു മൊബൈൽ ഫോൺ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഞാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബഹ്റ സാറിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. എടാ ഫോട്ടോ എടുക്കാൻ പോണോ ചേട്ടാ? ഒരു മിനിറ്റ്. ഓക്കെ സാർ, ഒന്ന് പോസ് ചെയ്യണം. സോ ബഹ്റ സാറിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു. അയ്യോ, ഞാൻ കണ്ണടച്ചാന്ന് ഒരു സംശയം, ഒരെണ്ണം കൂടെ. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ ഞാൻ ഇതുപോലെ തന്നെ മടക്കി ഇതിനകത്തേക്ക് വെച്ചു. കണ്ടല്ലോ, ഇനി ഫോട്ടോ ഇതിനകത്ത് എത്ര പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഞാൻ ഇതുപോലെ തന്നെ തുറന്നെടുത്തു. എടുത്തു കഴിഞ്ഞാല് ഇതിനകത്തൊന്നുമില്ല, കാലിയാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫോട്ടോ വന്നു കഴിഞ്ഞു, ബഹ്റ സാറിന്റെ ഫോട്ടോ വന്നു കഴിഞ്ഞു. ഞാൻ ഞെട്ടി. കണ്ടല്ലോ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പടത്തിനെ ബഹ്റ സാറിന്റെ തല വെച്ചുകൊണ്ട് ഏത് രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും, മോർഫിംഗ് ചെയ്ത് ഏത് രീതിക്ക് മാറ്റാൻ സാധിക്കും. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം, മുതലാളിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. പക്ഷെ ഒരു ഫോട്ടോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് അയച്ചു കഴിഞ്ഞാൽ, കൂട്ടുകാരിക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ആ കൂട്ടുകാരൻ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത്. പക്ഷെ തെറ്റ്. ആ ഫോട്ടോ 10,000 നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ള കാര്യം എന്റെ കുട്ടികൾ മനസ്സിലാക്കണം. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഊരി ഒഴിക്കും. മനസ്സിലായോ? അങ്ങനെയാവുമ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇനി ആരും സൂത്രം കാണിച്ചാ ഞാൻ ചെയ്യുന്നത്, ബഹ്റ സാറിന്റെ ഈ പടം ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്, ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇപ്പൊ ഇതിനകത്ത് ബഹ്റ സാറിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന, മുഖം കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? കണ്ടല്ലോ. ഈ ഫോട്ടോ ഞാൻ വിചാരിക്കുന്നു എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി എന്ന് തെറ്റിദ്ധരിച്ചു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരിയാണോ? സത്യം. ആ ഫോട്ടോ ഇപ്പോഴും അതുപോലെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ബോധ്യപ്പെടുക. ഓക്കെ, നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. സോ ദാറ്റ്സ് ദി മാജിക്. ഓക്കെ, പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം.